വെൽക്കം ബാക്ക്. രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് ഒരു 7-8 മണിക്കൂർ ദൂരെയുള്ള വെക്കുസ്കോ ഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വെക്കുസ്കോ ഫാൾസിലാണെന്ന് വന്നേക്കുന്നത്. നമ്മൾ കുറച്ച് അവേഴ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ആൻഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ടിപ്പം ഫാൾസിലേക്ക് നടക്കുവാണ്. ആ വഴിയാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് എവിടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ പോയി നോക്കുവാണ്. പിന്നെന്താണ്, അത്രയ്ക്കേ ഉള്ളൂ. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പൊന്നുമില്ല, കുറച്ച് ചെറിയൊരു തണുപ്പ്. അപ്പോൾ നമുക്ക് സ്ഥലത്ത് പോയി ഇങ്ങനെയായിരുന്നു പൈൻഡോക്ക് മൊത്തം. കണ്ടാ പൈൻഡോക്ക് ഇങ്ങനെ. ഇത് പേടിയാവില്ല പിന്നെ മനുഷ്യന്. ഇതിപ്പോ ഇവിടെ ഒന്നും ഇല്ല, നമുക്ക് പേടിക്കാം. ഫോൾ സീസൺ ആയിരുന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി സ്പോട്ടുകൾ കുറെ ഉണ്ടായിരുന്നു. സസ്പെൻഷൻ ബ്രിഡ്ജ്, ഇവിടെ ഫുഡ് ബ്രിഡ്ജ്, 2 ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്ന ഫോൾസ്. ബാവിട്ടി പോകും. നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, വെള്ളത്തിന്റെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ പരിസരത്ത് എവിടെയാണ് ഫോൾസ്. അവിടെ എന്തോ അവര് കണ്ടുപിടിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ ബ്രിഡ്ജ് കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ മാനിറ്റോബ പ്രൊവിൻസിൽ ഇങ്ങനെ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഫുൾ. ഞങ്ങൾ ഗൂഗിളിൽ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ കണ്ട വിശ്വാസത്തിലാണ് 7-8 മണിക്കൂർ ഡ്രൈവ് ഒക്കെ ചെയ്ത് ഇവിടം വരെ വന്നത്. അത് വെറുതെ ആയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട്. ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഇതൊന്നും ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. എൻ്റെ ലിപ്സ് തൊണ്ടയൊക്കെ ഭയങ്കര ഡ്രൈ ആയി. ഭയങ്കര വെയിൽ കാരണം നമുക്ക് വ്യൂ ഞാൻ നേരിട്ട് കാണുന്ന അത്ര ഭംഗി വരുന്നില്ല വീഡിയോയില്. രാഹുലാണ് ഓടുന്നത്. അപ്പൊ നമ്മൾ കുറേ നേരം നടക്കണു. 1-2 പേര് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് പാലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒത്തിരി തണുപ്പില്ല കേട്ടോ. പാലൊക്കെ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് വന്ന് ഇനിയും ഒരു പാലം നമുക്കുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ചേച്ചി ഇപ്പൊ നിലവിൽ താഴെ വെള്ളത്തിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ തണുത്ത് നിറച്ച് അവിടെ നിൽക്കുന്നു. രാഹുൽ ഇവിടെ ക്ഷീണിതനായി വന്നിരിക്കുന്നു. നീ അപ്പുറത്ത് ബ്രിഡ്ജിൽ പോയെന്നല്ലേ പറഞ്ഞത്? എങ്ങനെയുണ്ട് അവിടെ? എന്താ ഇതാണ് നല്ലത്? ബൈ. ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടി കഴിയുമ്പം പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കണമല്ലോ. നമ്മള് എല്ലാരും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരികയാണ്. എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്. കെവിൻ ചേട്ടന് വേണ്ടിയിട്ട് ആ 10 ലിറ്ററിന്റെ വെള്ളം കുപ്പി ഞാനാണ് ഇത്ര നേരം കൂടെ ചുമന്നുകൊണ്ട് വന്നത്. ഞാൻ നോക്കിയപ്പോൾ കെവിൻ ചേട്ടൻ കയ്യും വീശി വെറുതെ വരുന്നു. അപ്പൊ ഞാനത് പകുതി വഴിയിൽ അവിടെ വെച്ചിട്ട് പോകുന്നു. അവിടെ ഇരിക്കാനാണ്, ആ വെയിലത്തിരിക്കാനായിരിക്കും അവരുടെ പ്ലാൻ. അല്ലെങ്കിൽ ഈ തണലുള്ള ഇവിടെ നിന്നാലും മതി. ഞാൻ നല്ല സ്ഥലം അന്വേഷിച്ച് വന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ നിന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഇതായിരിക്കും. ഒന്ന് വെയിലും നല്ല ചൂടും പിന്നെ ഇതൊക്കെ ആയിട്ട് കൊള്ളാം. ഇതിവിടെ ഇരിക്കാൻ നമുക്ക്. അവിടെ കിളികൾ വേണ്ട. ഹായ്, നല്ല കുഞ്ഞ് 2 കിളികൾ വന്നിട്ട് ബ്രെഡ് തന്നെ വന്നിരിക്കുന്നുണ്ട്. എൻ്റെ ജോലി ഇതാണ്, ഈ സാധനം തിരിച്ചിടുക എന്നുള്ളത്. ഇതിനകത്താണ് നമ്മുടെ ഇത്. ചേച്ചി കട്ടൻ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കട്ടൻ കാപ്പിയും ടൈഗർ ബിസ്ക്കറ്റുമാണ് നമ്മൾ കഴിച്ചത്. ചേച്ചിക്ക് എന്താണ് ഇന്നത്തെ യാത്രയെ പറ്റി പറയാനുള്ളത്? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടാ? ഞാനേ എണ്ണ ഒഴിക്കണം. ഞാനിതിങ്ങനെ ഹോയ് ഹോയ് ഹോയ്. ചേച്ചി ലാസ്റ്റ് സെറ്റാണോ? ലാസ്റ്റ് സെറ്റ് ഓഫ് തന്തൂരി ചിക്കൻ. ബാർബിക്യൂ അല്ലോ നമ്മൾ ബാർബിക്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ തന്തൂരി ചിക്കനാണ് ചേച്ചി, തന്തൂരിയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് നമ്മൾ ഓൾറെഡി സെറ്റായ സാധനങ്ങളെടുത്ത് മാറ്റി
എന്നിട്ട് ചെയ്യുന്നു. രാഹുൽ അവിടെ വെറുതെ ഫോൺ നോക്കിയിരിക്കുന്നു. പാവത്തിന് തന്നെ പണിയെടുക്കായിരുന്നു കേട്ടോ. അവരെല്ലാവരും അവിടെ പണിയെടുക്കുന്നു. ഇവിടെ വേറൊരാൾ ഫോൺ നോക്കിയിരിക്കുന്നു. നമ്മള് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, ബിക്കോസ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇത് ഞാൻ ഇപ്പോൾ ഇവരുടെ ഫോണിലാണ് എടുക്കുന്നത്. ഇപ്പം മഴ പെയ്തു. നമ്മള് കറക്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. ഹെയിൽ സ്റ്റോൺ ആണ് കേട്ടോ. നമ്മുടെ ആലിപ്പഴമാണ് വീണുകൊണ്ടിരിക്കുന്നത്. അത് നിലത്ത് വീണ് അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീയൊക്കെ കെടുത്തി. അപ്പോൾ നമ്മള് വെക്കുസ്കോ ഫാൾസിൽ നിന്ന് തിരിച്ചു പോകുവാണ്. കാരണം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഒത്തിരി നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തണുപ്പൊക്കെ കൂടത്തുള്ളൂ എന്നാ. കൊള്ളാം. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു ഇത്തിരി ദൂരത്തിൽ വേറൊരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ നേരെ അങ്ങോട്ട് തിരിച്ചു. പിന്നെ അതാ ഓൺ ദ വേ നല്ല അടിപൊളി മഴവില്ലും കാണാൻ പറ്റി. നമ്മള് വേറൊരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന 2-3 കിളികൾ നമ്മളെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇത് പിസ്യു ഫാൾസ്. ഇതിന്റെ ആക്ച്വലി പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിസ്യു ഫാൾസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇമേജ് ഇതാണ് നമ്മുടെ പിസ്യു ഫാൾസ്. അതാണ് ഫാൾസ്. പടമൊക്കെ ഉണ്ട് അതിനകത്ത്. റിട്ടേൺ ഡിസ്റ്റൻസ് 600 മീറ്റർ. അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി. നമ്മൾ ഇവിടെ ഒരു വലിയ മരം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കാണാൻ എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കാണ്. മരം മറിഞ്ഞു മരത്തിന്റെ അടിയല്ല, അതാ വെയിലിന്റെ ഇത് മുറിച്ച മരമാണ്. മറ്റേത് നിറഞ്ഞ മരമാണ്. നല്ല ഭംഗിയുണ്ട്. മറ്റേ ഞങ്ങൾ ആദ്യം പോയ വെക്കുസ്കോ ഫാൾസും ഇതിപ്പോ പിസ്യു ഫാൾസും രണ്ടും അടിപൊളിയാണ്. മറ്റേ നല്ല രസം നടക്കാം. അതൊക്കെ ശരിക്കും അടിപൊളിയാലോ. അടിപൊളി, ഒന്നും പറയല്ല. ഹൈക്ക് ചെയ്ത് അവിടെ എങ്ങനെ പോയി ഇരിക്കാൻ പറ്റുമായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര അടിപൊളി. ഇത് മാനിറ്റോബയിലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് മാനിറ്റോബയിൽ തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ടതാ ഈ ഫോൾസ് കണ്ടപ്പോഴത്തേക്കും സത്യത്തിൽ കിളി പോയ അവസ്ഥയായിരുന്നു. ഒത്തിരി വെയിലോ തണുപ്പോ ഒന്നും ഇല്ലാതെ ഒരു പെർഫെക്റ്റ് വെതറും കിട്ടി. ഞാൻ നേരത്തെ വിചാരിച്ചു, ഞാൻ സ്റ്റീപ്പ് റോക്കിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു എനിക്ക് മാനിറ്റോബയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സ്റ്റീപ്പ് റോക്ക് ആണെന്ന്. പക്ഷേ എനിക്ക് സ്റ്റീപ്പ് റോക്കിന്റെ ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട വേറൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു വാട്ടർഫോൾസ്. കാരണം അത്രയും അടിപൊളിയാണ്. ഇനി നമുക്ക് ആ വഴി കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കയറി ഇറങ്ങി സാവധാനം കാണാൻ പറ്റി. നമ്മൾ മഴ പെയ്തപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വിചാരിച്ചതാണ്. ഇരുട്ടാണ്, തണുപ്പാണ്, തിരിച്ചു പോകാമെന്ന്. പക്ഷേ ഇത് മിസ്സായി പോയതിനെ നമ്മൾ വീട്ടിൽ പോയിരുന്നെങ്കിൽ. സോ എന്തായാലും നമ്മൾ എന്തായാലും അടിപൊളിയായി. ഇവിടെ കുറച്ചുകൂടെ അടുത്തുനിന്നുള്ള വ്യൂ ആണ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ അടുത്താണ് ഈ വ്യൂ. അപ്പം നമ്മൾ ഫോൾസ് കണ്ടു. അത് കഴിഞ്ഞിട്ടതാ അവിടെയായിരുന്നു ഫോൾസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും പോയി. ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ ഒരു ഇച്ചിരി നേരം കൂടെ അവിടെ നിന്നു. വീഡിയോസൊക്കെ എടുത്തു. വേറെ 2 വ്യൂസൊക്കെ എടുത്ത് വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇന്ന് കുറേ നടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ടയർഡായിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഹെയർ
അടിപൊളിയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂഡായിരിക്കും. എൻ്റെ ഹെയർ ഒന്ന് നല്ല എന്താണ് എനിക്ക് ആവശ്യമുള്ള പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. തൊടുമ്പോൾ ഇങ്ങനെ ലൈക്ക് സ്പോഞ്ച് പോലെ ഇങ്ങനെ പ്ലം 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 പ്ലം. ഈ സ്ഥലം കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇതാണ്. നമുക്ക് 2 വഴിയുണ്ട്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഈ വഴി നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് ദിവചിച്ചിലൊക്കെ ഒച്ചപ്പാടും മുളം കേൾക്കുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് മാനിറ്റോബയിൽ ഇതുമാതിരി ഒത്തിരി ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്റ്റീപ്പ് റോക്ക് പോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു ലൊക്കേഷനാണിത്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്റെ വൈബാണ് എനിക്ക് കിട്ടുന്നത്. ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. കുറച്ചുകൂടെ വീതി കുറവാണെന്ന് തോന്നുന്നു ഇഞ്ചത്തൊട്ടിക്ക്. എനിക്ക് പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇഞ്ചത്തൊട്ടിയിൽ പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല, സമയം കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണമെന്ന്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്, അമ്മച്ചിയുടെയൊക്കെ. പക്ഷേ പോകാനായിട്ട് പറ്റിയില്ല. നമ്മൾ ആ നേരത്തെ കണ്ട പതുപതുന്ന് പറഞ്ഞിരിക്കുന്ന സാധനമല്ലേ, അതാണ് നിലം മുഴുവൻ. അതായത് എല്ലാ മരങ്ങളിലും ഫുള്ളങ്ങ് നീണ്ടു നിവർന്ന് ആ പച്ച സാധനമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. ലൈക്ക് ഇങ്ങനെ സ്പോഞ്ച് പോലെ ഇങ്ങനെ കണ്ട പഫ് ഇങ്ങനെ അകത്തേക്ക് പഫ് ചെയ്ത് പോകുന്നതാണ്. എവിടേക്കാണ് കുഴിയുള്ളതെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. മരമൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട്, കുറേ വെട്ടി കിടക്കുന്നുണ്ട് കുറേ. ഇതിപ്പോൾ നമ്മൾ ആ പിസ്യു ഫോൾസിൻ്റെ കുഞ്ഞാണ് പോകാൻ, ആ പിസ്യു ഫോൾസിൻ്റെ അറ്റത്തേക്കാണ്, തുമ്പത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. Viewing the falls from this side is extremely dangerous and could be fatal. മരിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നല്ല ടയർഡാണ്, കാരണം നമ്മൾ ഒത്തിരി നടന്നു. നല്ല സ്ലിപ്പറിയാണ് നടക്കാൻ. പക്ഷേ എൻ്റെ ദൈവമേ, അവിടെയാണ് നമ്മൾ ആദ്യം നിന്ന സ്ഥലം. ദൈവമേ, ഇതാണ് നമ്മൾ ആ കണ്ട ഫോൾസ്. പൊന്നോ, ഇത് ശരിക്കും എന്താ പറയുക, നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് നിൽക്കുന്നത്. ആ കാണുന്ന വ്യൂ പോയിന്റിൽ നിന്നാണ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ എടുത്തത്. ആ വ്യൂ പോയിന്റ്സിൽ നിന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാഹുൽ ഇതാ അവിടെ പോയി നിൽക്കുവാണ്. ഇതിൻ്റെയും അടുത്തേക്ക് പോകാനാണ് അവരുടെ പ്ലാൻ. ഇത് നമ്മുടെ പാണിയിൽ പോരിലൊക്കെ പോയി നിൽക്കുന്ന ആ ഒരു സെറ്റപ്പാണിത്. എന്തിനാ വിളിച്ചിരിക്കും? അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞ് ഇപ്രാവശ്യം സീരിയസ് ആയിട്ട് തിരിച്ചു പോകണം. ബൈ. രക്ഷയില്ല, അടിപൊളി സ്കൈ, അടിപൊളി സൺസെറ്റ്. അങ്ങനെ നമ്മൾ ഫൈനലി തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുവാണ്. ദിവ്യ ചേച്ചി അവസാന തുള്ളി കട്ടൻ ചായയും ഒഴിച്ചെടുക്കുന്നതാണ് കാണുന്നത്. 7-8 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നുകൊണ്ട് ഞാനും ചേച്ചിയും ബാഗിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കാലൊക്കെ ഒന്ന് നിവർത്തി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ചെറിയ കഫേയിലോ കൺവീനിയൻസ് സ്റ്റോറിലോ ഒക്കെ ഇടയ്ക്കൊന്ന് നിർത്തും. ഇതാ നമ്മുടെ അവസാനത്തെ സ്പോട്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുടിച്ച ചായയും പിന്നെ ചൂടാക്കിയ സമോസയായിരുന്നു നമ്മുടെ അന്നത്തെ ഡിന്നർ. അങ്ങനെ ഇന്ന് പോയ 2 സ്ഥലങ്ങളും എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി ഒരവസരം കിട്ടിയാൽ ഞാൻ എന്തായാലും പോവും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.